എപ്പോഴെങ്കിലും ചെറിയൊരു വിത്തോ അല്ലെങ്കിൽ ചെടിയോ നട്ട് വളർത്തിയിട്ടുണ്ടോ? അത് വലുതായി വരുന്നത് നോക്കി നിന്നിട്ടുണ്ടോ? ആം കാ പേട്, ദ മാംഗോ ട്രീ, മാവിൻ മരം അല്ലെങ്കിൽ മാവ് എന്ന ഈ ചാപ്റ്ററിൽ നമ്മൾ കാണാൻ പോകുന്നത് രണ്ട് കുട്ടികളെയാണ്, സൗരഭും അനിയത്തിയായ പ്രിയയും. ഇവർ രണ്ടുപേരും ഒരു ചെറിയ മാവിൻ തൈ വലിയ മരമാകുന്നത് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അവരുടെ കഥ നമുക്ക് വായിച്ചാലോ? ഗർമിയോ കെ ദിൻ ഥേ. ഗർമിയോ എന്നാൽ ഇൻ സമ്മേഴ്സ് അല്ലെങ്കിൽ വേനൽക്കാലം. ഗർമിയോ കെ വേനൽക്കാലത്തിന്റെ ദിൻ ദിവസം ഥേ ആയിരുന്നു. വേനൽക്കാലത്തിലെ ഒരു ദിവസമായിരുന്നു. ആ ദിവസത്തിൽ എന്താ സംഭവിച്ചത് നമുക്ക് നോക്കിയാലോ? സൗരഭ് के चाचा जी ने अपने बगीचे के एक टोकरी आम भेजे. സൗരഭ്, സൗരഭ് എന്നാൽ ഒരു കുട്ടിയുടെ പേരാണ്. സൗരഭ് കെ സൗരഭിന്റെ, സൗരഭ് കെ ചാച്ചാജി സൗരഭിന്റെ അങ്കിൾ. ചാച്ചാജി എന്നാൽ അച്ഛന്റെ ഇളയ സഹോദരനാണ്. അപ്പൊ സൗരഭിന്റെ അങ്കിൾ എന്താ ചെയ്തേ? അപ്പനെ ബഗീച്ചേക്ക്, അപ്പനെ എന്നാൽ തന്റെ, അതായത് സൗരഭിന്റെ അങ്കിളിന്റെ, ബഗീച്ചേക്ക്, ബഗീച്ച എന്നാൽ ഗാർഡൻ എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ തോട്ടം. ബഗീച്ചേക്ക് തോട്ടത്തിലെ, ഏക്, ഏക് എന്നാൽ ഒരു, ടോക്കരി കൊട്ട അല്ലെങ്കിൽ ബാസ്കറ്റ്. ആം ഭേജെ, ആം എന്നാൽ മാങ്ങ, ഭേജെ, ഭേജന എന്നാൽ അയക്കുക അല്ലെങ്കിൽ സെൻഡ് ചെയ്യുക, ഭേജെ എന്നാൽ അയച്ചു. സൗരഭിന്റെ അങ്കിള് അദ്ദേഹത്തിന്റെ തോട്ടത്തിൽ നിന്ന് മാമ്പഴങ്ങൾ പറിച്ചിട്ട് അല്ലെങ്കിൽ മാങ്ങകൾ പറിച്ചിട്ട് സൗരഭിന് അയച്ചു കൊടുത്തു. ആം ബഹുത് മീഠേ തേ, ആം മാങ്ങകൾ അല്ലെങ്കിൽ മാങ്ങ, ബഹുത് വളരെ, മീഠേ തേ സ്വീറ്റ് ആയിരുന്നു. സൗരഭ് കോ ആം ബഹുത് അച്ഛേ ലഗേ. സൗരഭ്, സൗരഭ് ആരാണ്? ഈ കുട്ടിയാണല്ലേ, നമ്മുടെ കഥയിലെ മെയിൻ ക്യാരക്ടർ ആണ് സൗരഭ്. സൗരഭിന്, സൗരഭ് ഖോ എന്നാൽ സൗരഭിന്, ആം മാങ്ങ, ബഹുത് അച്ഛേ ലഗേ, ബഹുത് എന്ന് പറഞ്ഞാൽ വളരെ, അച്ഛേ നല്ലതായിട്ട്, ലഗേ തോന്നി. ഉസ്നെ സോച്ച, ഉസ്നെ അവൻ, ആരാ? സൗരഭ്. സോച്ച എന്നാൽ ചിന്തിച്ചു അല്ലെങ്കിൽ ആലോചിച്ചു. ऐसे ही आम मैं अपने बगीचे में लगाऊंगा. സൗരഭ് എന്താ ചിന്തിച്ചെന്നറിയോ? ऐसे ही आम, ऐसे ही എന്നാൽ ഇതുപോലെ തന്നെയുള്ള, ആം മാങ്ങ, മേ ഞാൻ, അപ്നെ തന്റെ, അതായത് സൗരഭിന്റെ, ബഗീച്ചെ, ബഗീച്ചെ എന്നാൽ ഗാർഡൻ, ബഗീച്ചെ മേ എന്നാൽ ഗാർഡനിൽ, ലഗാവുങ്ക വിൽ ഗ്രോ അല്ലെങ്കിൽ വിൽ പ്ലാന്റ് നട്ടു വളർത്തും. അപ്പൊ സൗരഭ് എന്താ ചിന്തിച്ചേ? ഇതേപോലത്തെ മാങ്ങകൾ ഞാൻ എന്റെ ഗാർഡനിലും നട്ടു വളർത്തും. സോ അതൊരു വേനൽക്കാലായിരുന്നു. വേനൽക്കാലത്ത് നല്ല ചൂടൊക്കെയാണല്ലോ. അപ്പൊ സൗരഭിന്റെ അങ്കിൾ എന്താ ചെയ്തേ? ഒരു കൊട്ട നിറയെ മാമ്പഴം സൗരഭിന് അയച്ചു കൊടുത്തു. അതെങ്ങനത്തെ മാങ്ങയായിരുന്നു? നല്ല മധുരമുള്ള മാങ്ങയായിരുന്നു. ആ മാങ്ങ സൗരഭിന് ഇഷ്ടായോ? ആ ബഹുത് അച്ഛേ ലഗേ, വളരെ നല്ലതായിട്ടാണ് സൗരഭിന് തോന്നിയത്. അതേപോലത്തെ മാമ്പഴങ്ങള് തന്റെ ഗാർഡനിലും നട്ടു വളർത്തണമെന്ന് സൗരഭ് ചിന്തിച്ചു. ബാക്കി വായിച്ചാലോ നമുക്ക്? ഉസ്നെ ബഗീച്ചെ മേ ഏക് ജഗഹ് തോടി മിട്ടി ഖോദി. ഉസ്നെ അവൻ, ബഗീച്ചെ തോട്ടം അല്ലെങ്കിൽ ഗാർഡൻ, ബഗീച്ചെ മേ തോട്ടത്തിൽ അല്ലെങ്കിൽ ഗാർഡനിൽ, ഏക് ഒരു, ജഗഹ് സ്ഥലം, ഖോടി കുറച്ച്, മിട്ടി സോയിൽ അല്ലെങ്കിൽ മണ്ണ്, ഖോദി കുഴിച്ചെടുത്തു. ഖോദിന എന്നാൽ കുഴിച്ചെടുക്കുക, ഖോദി എന്നാൽ കുഴിച്ചെടുത്തു. അവൻ എന്താ ചെയ്തേ? അവന്റെ തോട്ടത്തില് ഒരു സ്ഥലത്ത് കുറച്ച് മണ്ണിങ്ങനെ കുഴിച്ചെടുത്തു. ശേഷം എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? യെസ്, വഹാ ആം കി ഏക് ഗുഠലി ഡാൽ ദി. വഹാം അവിടെ, അതായത് ആ കുഴിയില്, ആം മാങ്ങ, ആം കി മാങ്ങയുടെ, ഏക് ഒരു, ഗുഠലി, ഗുഠലി എന്നാൽ സീഡ് കുരു, ഡാൽ ദി അതിലിട്ടു. അപ്പൊ ഒരു കുഴി ഉണ്ടാക്കിയിട്ട് മാങ്ങയുടെ ഒരു ചെറിയ സീഡ് അതിൽ ഇട്ടു. ശേഷം എന്താ ചെയ്തേ? ഗുഠലി पर मिट्टी डालकर उसने थोड़ा पानी छिड़क दिया. ഗുഠലി എന്നാൽ സീഡ്, ഗുഠലി പർ ആ സീഡിന്റെ മുകളിൽ, മിട്ടി മണ്ണ്, ഡാൽക്കർ ഇട്ടിട്ട്, അതായത് ആ സീഡിന്റെ മുകളില് കുറച്ച് മണ്ണിട്ടിട്ട്, ഉസ്നെ അവൻ, തോട കുറച്ച്, വളരെ കുറച്ച്,
പാനി വെള്ളം, छिड़क दिया, छिड़कना എന്ന് പറഞ്ഞാൽ തളിക്കുക, സ്പ്രിങ്കിൾ ചെയ്യുക. छिड़क दिया തളിച്ചു അല്ലെങ്കിൽ സ്പ്രിങ്കിൾ ചെയ്തു. ഒരു കുഴി ഉണ്ടാക്കി ആ കുഴിയിൽ മാംഗോ സീഡ് ഇട്ടു, അതിന്റെ മുകളിൽ കുറച്ച് മണ്ണിട്ടിട്ട് കുറച്ച് വെള്ളം അതിന്റെ മുകളിൽ ഇങ്ങനെ തളിച്ചു കൊടുത്തു. വह प्रतिदिन सुबह वहां पानी डालता. वह അവൻ പ്രതിദിൻ എവറിഡേ എല്ലാ ദിവസവും സുബഹ് രാവിലെ വഹാം അവിടെ പാനി വെള്ളം ഡാൽത്ത ഒഴിക്കാറുണ്ടായിരുന്നു, പോർ ചെയ്യാറുണ്ടായിരുന്നു. കുച്ച് ദിൻ ബീത് ഗയേ. കുച്ച് ദിൻ, കുച്ച് എന്നാൽ കുറച്ച്, ദിൻ ദിവസങ്ങൾ, ബീത് ഗയേ കഴിഞ്ഞു. അവൻ എല്ലാ ദിവസവും അവിടെ വെള്ളം ഒഴിച്ചു കൊടുക്കുമായിരുന്നു. കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞു. ആം കാ പൗധ നഹി നിക്കല. ആം മാങ്ങ, ആം കാ മാങ്ങയുടെ, പൗധ ചെടി അതായത് മാവിൻ തൈ, നെഹി നിക്കൽത്ത നെഹി ഇല്ല, നിക്കൽത്ത പുറത്തോട്ട് വരിക അല്ലെങ്കിൽ മുളച്ചു വരിക. ഇവൻ എല്ലാ ദിവസവും രാവിലെ വെള്ളം ഒഴിച്ചു കൊടുക്കുമായിരുന്നു അവിടെ. കുറച്ചു ദിവസമൊക്കെ കഴിഞ്ഞു, പക്ഷെ മാവിന്റെ തൈ ഇതുവരെ മുളച്ചു വന്നില്ല. ഉസ്നെ പാനി ഡാൽന ബന്ദ് കർ ദിയ. ഉസ്നെ അവൻ, പാനി വെള്ളം, ഡാൽന ഒഴിക്കുന്നത്, ബന്ദ് സ്റ്റോപ്പ്, കർ ദിയ ചെയ്തു. ചെടി ഒന്നും മുളച്ചു വരുന്നില്ലല്ലോ, അപ്പൊ അതുകൊണ്ട് ഇവൻ എന്ത് ചെയ്തു, വെള്ളം ഒഴിക്കുന്നത് നിർത്തി. സോ അവന്റെ തോട്ടത്തിൽ പോയി ചെറിയൊരു കുഴി ഒഴിച്ചു, അതില് മാംഗോ സീഡ് ഇട്ടു, സീഡിന്റെ മുകളിൽ മണ്ണ് വെതറിയിട്ടു. മണ്ണിട്ട് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളമൊക്കെ തളിച്ചു കൊടുത്തു. പിന്നെ എല്ലാ ദിവസവും രാവിലെ എണീച്ചിട്ട് അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കുമായിരുന്നു. കുറച്ചു ദിവസം കഴിഞ്ഞു, പക്ഷെ മാവിന്റെ തൈ ഒന്നും ഉണ്ടാവാതായപ്പോ നനയ്ക്കുന്ന പരിപാടി അവൻ നിർത്തി. ഏക് ദിൻ ഹൽക്കി ഹൽക്കി വർഷ ഹോ രഹി ഥി. ഏക് ദിൻ, ഏക് എന്നാൽ ഒരു, ദിൻ ദിവസം, ഹൽക്കി ഹൽക്കി ലൈറ്റ് ആയിട്ടുള്ള, വർഷ മഴ, ഹോ രഹി ഥി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെങ്കിൽ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ ഒരു ദിവസം ചാറ്റൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സൗരഭ് घूमता हुआ बगीचे में उसी जगह पर जा पहुंचा. സൗരഭ് घूमता हुआ സഞ്ചരിച്ച് അല്ലെങ്കിൽ കറങ്ങി നടന്നിട്ട്, ബഗീച്ചെ തോട്ടം, ബഗീച്ചെ മേ തോട്ടത്തിൽ, ഉസി അതേ അല്ലെങ്കിൽ ആ സെയിം, ജഗഹ് സ്ഥലം, ജഗഹ് പർ സ്ഥലത്ത്, ജാ പഹുഞ്ച എത്തി, റീച്ച്ഡ്. സോ ഒരു ദിവസം ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് സൗരഭ് ഇങ്ങനെ കറങ്ങി കറങ്ങി നടന്ന് അവസാനം ആ സ്ഥലത്തെത്തി. ഏത് സ്ഥലത്തായിരിക്കും? നേരത്തെ മാംഗോ സീഡ് കുഴിച്ചിട്ടിരുന്നില്ലേ, അതേ സ്ഥലത്ത്. സാമനെ ഹി ലാൽ ലാൽ കോംപ്ലോ വാല നന്ന സ പൗധ ലഗാത്ത. സാമനെ മുമ്പിൽ അല്ലെങ്കിൽ ഇൻ ഫ്രണ്ട്, സാമനെ ഹി മുമ്പിൽ തന്നെ, ലാൽ ലാൽ ചുവപ്പുള്ള ബ്രൈറ്റ് റെഡ് ആയിട്ടുള്ളത്, കോംപ്ലോ സ്പ്രൗട്ട്സ് അല്ലെങ്കിൽ ഇലക്കൂട്ടങ്ങൾ, വാല ഇലക്കൂട്ടങ്ങളുള്ള, നന്നാസ വളരെ ചെറിയ ടൈനി, പൗധ സാപ്ലിംഗ് അല്ലെങ്കിൽ തൈ, ലഗാഥ വളർന്നിരുന്നു, ഉണ്ടായി വന്നിരുന്നു. അപ്പൊ അവൻ നോക്കിയപ്പോ അവന്റെ തൊട്ട് മുമ്പില് ഒരു ചെറിയ ചെടി ഉണ്ടായിരുന്നു. ആ ചെടിയിലോ നിറയെ ചുവന്ന ചുവന്ന ഇലകളും ഉണ്ടായിരുന്നു. പൗധ ദേഖ്തേ ഹി സൗരഭ് പ്രസന്ന ഹോ ഉഠാ. പൗധ ആ ചെടി അല്ലെങ്കിൽ ആ തൈ, ദേഖ്തേ ഹി കണ്ട ഉടനെ, കണ്ടപ്പോ തന്നെ, സൗരഭ് പ്രസന്ന ഡിലൈറ്റഡ് ഹാപ്പി സന്തോഷവാൻ, ഹോ ഉഠാ ആയി. അപ്പൊ ആ ചെടി കണ്ടപ്പോ തന്നെ സൗരഭിന് വളരെയധികം സന്തോഷമായി. പൗധ നിക്കലായ, പൗധ നിക്കലായ കേത്തെ കേത്തെ വേ അന്തർ ഭാഗ. പൗധ തൈ അല്ലെങ്കിൽ ആ സാപ്ലിംഗ്, നിക്കൽ ആയ പുറത്തോട്ട് വന്നു അല്ലെങ്കിൽ വളർന്നു വന്നു. ഇപ്പൊ പൗധ നിക്കൽ ആയ, പൗധ നിക്കൽ ആയ എന്റെ ചെടി വളർന്നു, ചെടി വളർന്നു, കേത്തെ കേത്തെ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞ് പറഞ്ഞ് പിന്നെയും പിന്നെയും റിപ്പീറ്റ് ചെയ്തുകൊണ്ട്, വഹ് അവൻ, അന്തർ ഭാഗ അന്തർ അകത്തേക്ക്, ഭാഗ ഓടി, ഭാഗന എന്നാൽ ഓടുക, ഭാഗ എന്നാൽ ഓടി. अपनी छोटी बहन प्रिया का हाथ पकड़कर उसे बगीचे में ले आया. अपनी അവന്റെ അതായത് സൗരഭിന്റെ, ചോട്ടി ചെറിയ, ബഹൻ സിസ്റ്റർ സഹോദരി, പ്രിയ ഇളയ സഹോദരിയുടെ പേരാണ് പ്രിയ. പ്രിയാക്ക പ്രിയയുടെ,
ഹാത്ത് കൈ, പക്കഡ്കർ കൈ പിടിച്ചുകൊണ്ട്, ഉസേ അവൻ, ബഗീച്ചേ മേ ബഗീച്ചെ എന്നാൽ തോട്ടം, ബഗീച്ചേ മേ തോട്ടത്തിലേക്ക്, ലേ ആയ കൊണ്ടുവന്നു. പൗധ ദേഖ്കർ പ്രിയ ഭി ഖുഷി സേ ഉച്ചൽ പടി. പൗധ ദേഖ്കർ, പൗധ എന്നാൽ പ്ലാന്റ്, ദേഖ്കർ കണ്ടിട്ട്, പ്രിയ ഭി പ്രിയയും, ഖുഷി സേ സന്തോഷം കൊണ്ട്, ഉച്ചൽ പടി, ഉച്ചൽ പടി എന്ന് പറഞ്ഞാൽ കുതിച്ചു അല്ലെങ്കിൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അപ്പൊ ആ ചെടി കണ്ടിട്ട് പ്രിയ എന്ത് ചെയ്തു? പ്രിയ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. സൗരഭ് ബോല, സൗരഭ് പറഞ്ഞു, യേ പൗധ മേനെ ലഗായ ഹെ. യഹ് പൗധ, യഹ് എന്നാൽ ഇത് അല്ലെങ്കിൽ ഈ, പൗധ ചെടി, മേനെ ഞാൻ, ലഗായ ഹെ നട്ടതാണ് അല്ലെങ്കിൽ ഞാൻ പ്ലാന്റ് ചെയ്തതാണ്. യേ ആം കാ പൗധ ഹെ. യഹ് ഇത്, ആം മാങ്ങ, ആം കാ മാങ്ങയുടെ, പൗധ ഹെ സാപ്ലിംഗ് ആണ്, ഇത് മാവിൻ തൈയാണ്. ഇസ്മേ ഖൂബ് മീഠേ ആം ലഗേംഗെ. ഇസ്മേ ഇതിൽ, ഖൂബ് വളരെ, മീഠേ മധുരമുള്ള, ആം മാങ്ങ, ലഗേംഗെ ഉണ്ടാകും. ദോനോ ഭാഗേ ഭാഗേ പിതാജി കെ പാസ് ഗയേ. ദോനോ രണ്ടുപേരും, ആരൊക്കെ രണ്ടുപേര്? സൗരഭും അനിയത്തിയും. ഭാഗേ ഭാഗേ ഓടിപ്പോയിട്ട്, പെട്ടെന്ന് ഓടിപ്പോയിട്ട്, റാൻ ക്വിക്ക്ലി. എന്നിട്ട് എന്താ ചെയ്തേ? പിതാജി, പിതാജി എന്ന് പറഞ്ഞാൽ അച്ഛൻ, പിതാജിക്ക് അച്ഛന്റെ, പാസ് ഗയേ അടുത്തേക്ക് പോയി. അപ്പൊ രണ്ടുപേരും പെട്ടെന്ന് ഓടിയിട്ട് അച്ഛന്റെ അടുത്തോട്ട് പോയി. പിതാജി ബോലെ, പിതാജി എന്നാൽ അച്ഛൻ, ബോലെ പറഞ്ഞു. ക്യാ ബാത് ഹെ. ക്യാ എന്ത്, ബാത് ഹെ കാര്യമാണ്, എന്താ കാര്യം? ആജ് തും ദോനോ ബഹുത് പ്രസന്ന ഹോ. ആജ് ഇന്ന്, തും നിങ്ങൾ, ദോനോ രണ്ടുപേരും, തും ദോനോം എന്നാൽ നിങ്ങൾ രണ്ടുപേരും, ബഹുത് പ്രസന്ന ഹോ ബഹുത് വളരെ, പ്രസന്ന ഹോ സന്തോഷത്തോടെയാണല്ലോ, ഹാപ്പി ആണല്ലോ. പ്രിയ ബോലി, അപ്പൊ പ്രിയ പറഞ്ഞു, പിതാജി അച്ഛാ, ബഗീച്ചേ മേ ആം കാ പൗധ നിക്കൽ ആയാ ഹെ. ബഗീച്ചേ മേ തോട്ടത്തിൽ, ആം കാ പൗധ മാവിന്റെ തൈ, നിക്കൽ ആയാ ഹെ പുറത്തോട്ട് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ വളർന്നു വന്നിട്ടുണ്ട്. അഗലേ വർഷ് ഹം അപ്നെ ഹി പൗധേ കെ ആം ഖായേംഗെ. അഗലേ വർഷ്, അഗലേ എന്നാൽ അടുത്ത, അഗലേ വർഷ് എന്നാൽ നെക്സ്റ്റ് ഇയർ അടുത്ത വർഷം. ഹം നമ്മൾ, അപ്നെ ഹി നമ്മുടെ തന്നെ, അവർ ഓൺ പൗധേക്ക് ചെടിയുടെ, ആം ഖായേംഗെ ആം എന്നാൽ മാങ്ങ, ഖായേംഗെ കഴിക്കും. ഉസ്കി ബാത് സുൻകർ പിതാജി ഹസേ. ഉസ്കി അവളുടെ, ബാത് സുൻകർ സംസാരം കേട്ടിട്ട്, സുൻകർ എന്നാൽ കേട്ടിട്ട്, പിതാജി അച്ഛൻ, ഹസേ ചിരിച്ചു. വേ പ്യാർ സേ ബോലെ. വേ അദ്ദേഹം അതായത് അവരുടെ അച്ഛൻ, പ്യാർ സ്നേഹം അല്ലെങ്കിൽ ഇഷ്ടം, പ്യാർ സേ സ്നേഹത്തോടെ അല്ലെങ്കിൽ ഇഷ്ടത്തോടെ, ബോലെ പറഞ്ഞു. छोटे से पौधे को बड़ा होने में बहुत समय लगेगा. छोटे ചെറുത്, छोटे से ചെറുതായിട്ടുള്ള, പൗധേ ചെടി അല്ലെങ്കിൽ മാവിൻ തൈ, കോ ചെടിക്ക്, ബഡാ ഹോനെ മേ വലുതാകുവാൻ, ബഹുത് വളരെയധികം അല്ലെങ്കിൽ കുറെ, സമയം, ലഗേഗ എടുക്കും. ഈ ചെറിയ മാവിൻ തൈ വലുതാകാൻ ഒരുപാട് സമയം എടുക്കും. 4-5 വർഷ മേ ये एक बड़ा पेड़ बन जाएगा. 4 4 5 5 വർഷ ഇയർ അല്ലെങ്കിൽ വർഷങ്ങൾ, മേ വർഷത്തിൽ, യഹ് ഇത്, ആ ചെറിയ തൈ, ഏക് ഒരു, ബഡാ വലിയ, പേട് മരം, ബൻ ജായേഗ ആയി വരും അല്ലെങ്കിൽ ഉണ്ടായി വരും. ഇസ്ക തന മോട്ടാ ഹോഗ. ഇസ്ക ഇതിന്റെ, അതായത് ആ മാവിൻ തൈയുടെ, തന തണ്ട് അല്ലെങ്കിൽ ട്രീ ട്രങ്ക്, മോട്ട കട്ടിയുള്ളത് അല്ലെങ്കിൽ വീതിയുള്ളത്, തിക്ക്, ഹോഗ ആയിരിക്കും. അതായത് ആ മാവിൻ തൈ ഇപ്പൊ ചെറുതല്ലേ, കുറച്ചുകൂടി കഴിയുമ്പോ ഇതിന്റെ തണ്ടൊക്കെ വീതിയുള്ള നല്ല കട്ടിയുള്ള സ്ട്രോങ് ആയിട്ടൊക്കെ വരും. ബഡി ബഡി ശാഖായേ ഹോങ്കി. ബഡി ബഡി വലിയ വലിയ, ശാഖായേ ബ്രാഞ്ചസ് കൊമ്പുകൾ, ഹോങ്കി ഉണ്ടാകും. തബ് ഇസ്മേ ആം ലഗേംഗെ. തബ് അപ്പോൾ, ഇസ്മേ ഇതിൽ, ആം മാങ്ങകൾ, ലഗേംഗെ വളരും അല്ലെങ്കിൽ ഉണ്ടാകും.
അതായത് കുറച്ചുകൂടി കഴിയുമ്പോ 4-5 വർഷങ്ങൾ കഴിയുമ്പോ ഈ ചെടി വലുതായി വരും. ആ സമയത്ത് ഇതിന്റെ തണ്ടൊക്കെ നല്ല തിക്കായി വരും. മാത്രമല്ല ഒരുപാട് വലിയ വലിയ കൊമ്പുകൾ വരും. ആ സമയത്ത് അതിന്മേൽ നിറച്ചും മാങ്ങകൾ ഉണ്ടാവും. യഹ് സുൻകർ പ്രിയ തോടി ഉദാസ് ഹോ ഗയി. യഹ് ഇത് സുൻകർ കേട്ടപ്പോൾ, പ്രിയ പെൺകുട്ടിയുടെ പേരാണ്. പ്രിയ എന്തായി? തോടി കുറച്ച്, ഉദാസ് സാഡ് വിഷമം സങ്കടം, ഹോ ഗയി സങ്കടമുള്ളതായിട്ട് മാറി. ഇത് കുറച്ച് വർഷങ്ങൾ കഴിയുമല്ലോ, 4-5 വർഷങ്ങൾ കഴിയൂല ഇങ്ങനെയൊക്കെ ആവാൻ. അത് കേട്ടപ്പോ പ്രിയക്ക് കുറച്ച് സങ്കടം വന്നു. പർ സൗരഭ് തുരന്ത് ബോല. പക്ഷേ സൗരഭ്, ആ ആൺകുട്ടിയുടെ പേരാണ് സൗരഭ്. സൗരഭ് എന്ത് ചെയ്തു? തുരന്ത് ബോല, തുരന്ത് ഇമ്മീഡിയറ്റ്ലി, അപ്പോ തന്നെ ഉടനടി ബോല പറഞ്ഞു. സൗരഭ് എന്താ പറഞ്ഞേ? കോയി ബാത് നഹി. ബാത് നഹി കാര്യമൊന്നുമില്ല, നോ പ്രോബ്ലം. ബാത്ത് എന്ന് പറഞ്ഞാൽ കാര്യം, നഹി ഇല്ല. ഹം പൗധേ കി ദേഖ്ഭാൽ കരേംഗെ. ഹം നാം, നമ്മൾ, പൗധേ ചെടി, പൗധേക്ക് ചെടിയുടെ, ദേഖ്ഭാൽ പരിപാലനം അല്ലെങ്കിൽ നോക്കി നടക്കുന്നത് അല്ലെങ്കിൽ കെയർ ചെയ്യുന്നത്, കരേംഗെ ചെയ്യും. ഒരു കുഴപ്പമില്ല, കുറച്ചു വർഷം എടുത്താൽ എന്താ, ഒരു കുഴപ്പമില്ല, നമുക്ക് എല്ലാവർക്കും കൂടെ ആ ചെടിയെ നല്ലോണം നോക്കി നടത്താലോ. ഏക് ദിൻ ഹം ഇസ്കെ ഫൽ അവശ്യ ഖായേംഗെ. ഏക് ദിൻ ഒരു ദിവസം, ഹം നമ്മൾ, ഇസ്കെ അതിന്റെ, ഫൽ ഫ്രൂട്ട്സ് അവശ്യ തീർച്ചയായും, ഡെഫിനറ്റ്ലി ഷുവർലി, ഖായേംഗെ കഴിക്കും. സോ എല്ലാ ദിവസവും ഇങ്ങനെ നനച്ച് എന്നിട്ടും ചെടിയൊന്നും ഉണ്ടായി വരുന്നില്ല എന്ന് കണ്ടപ്പോ സൗരഭ് അത് നനയ്ക്കുന്ന പരിപാടി അവിടെ നിർത്തി. അതിനുശേഷം എന്തൊക്കെയാ സംഭവിച്ചേ? യെസ്, ഒരു ദിവസം ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. അന്ന് സൗരഭ് ഇങ്ങനെ കറങ്ങി നടന്ന് അവസാന സ്ഥലത്തെത്തി. അവിടെ എന്തായിരുന്നു? ഒരു ചെറിയ തൈ കണ്ടവൻ അല്ലേ? അതില് കുഞ്ഞു വളരെ ചുവന്ന നിറത്തിലുള്ള ഇലകൾ കണ്ടു. ഇത് കണ്ടപ്പോഴത്തേക്ക് സൗരഭിന് ഭയങ്കര സന്തോഷായി. ചെടി ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് അവൻ അകത്തോട്ട് ഓടിപ്പോയി. അവന്റെ അനിയത്തിയുടെ കയ്യും പിടിച്ചിട്ട് ഓടി മുറ്റത്തോട്ട് വന്ന് തോട്ടത്തിൽ അത് കാണിച്ചു കൊടുത്തു. ഇത് കണ്ടപ്പോഴത്തേക്ക് അനിയത്തി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി അല്ലേ? അത് കഴിഞ്ഞപ്പോ സൗരഭ് പറഞ്ഞു, ഈ ചെടി ഞാനാ കുഴിച്ചിട്ടത്. ഇത് മാമ്പഴത്തിന്റെ തൈയാണ്. ഇതില് വളരെ മധുരമുള്ള മാമ്പഴങ്ങൾ ഉണ്ടാവുമല്ലോ എന്ന് സൗരഭ് പറഞ്ഞു. ശേഷം സൗരഭും അനിയത്തിയും കൂടി ഓടി അച്ഛന്റെ അടുത്തേക്ക് പോയി. അച്ഛൻ ചോദിച്ചു, ഇതെന്താ പറ്റിയ? രണ്ടാളും ഭയങ്കര സന്തോഷത്തിലാണല്ലോ എന്ന്. അപ്പോഴാണ് സൗരഭിന്റെ അനിയത്തി പറഞ്ഞത്, അച്ഛാ, മുറ്റത്തില്ലേ മാവിന്റെ ഒരു തൈ ഉണ്ടായി വന്നിട്ടുണ്ട്. അടുത്ത വർഷം നമുക്ക് അതിൽ നിന്ന് മാമ്പഴം പറിച്ചു തന്നാലോ? ഇത് കേട്ടിട്ട് അച്ഛൻ പുഞ്ചിരിച്ചു. എന്നിട്ട് അച്ഛൻ സ്നേഹത്തോടെ പറഞ്ഞു, ഈ ചെറിയ ചെടി വലിയ മരമാവാൻ വളരെയധികം സമയം എടുക്കും. ഒരു 4-5 വർഷം എടുത്തിട്ട് ഇത് വലിയ മരമാവും. ഈ ചെടിയുടെ തണ്ടൊക്കെ തടിച്ച് നല്ല സ്ട്രോങ് ആയി വരും. പിന്നെ അതിന്മേല് വലിയ വലിയ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടാകും. അതൊക്കെ കഴിഞ്ഞിട്ട് അതുമേല് മാങ്ങകൾ ഉണ്ടാവുള്ളൂ. ഇത് കേട്ടപ്പോ പ്രിയക്ക് കുറച്ച് സങ്കടായി. പക്ഷെ സൗരഭ് അപ്പോ തന്നെ പറഞ്ഞു, എന്താ പറഞ്ഞേ? ഇതൊന്നൊരു വിഷയമല്ല, എത്ര സമയം എടുത്താലും നമുക്ക് എന്താ കുഴപ്പം, അതൊന്നൊരു വിഷയമല്ല. നമ്മൾ എന്തായാലും ചെടി നന്നായിട്ട് നോക്കും. ഒരു ദിവസം നമുക്ക് എന്തായാലും ഇതിന്റെ ഫ്രൂട്ട് കഴിക്കാനും പറ്റും. ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ. വളരെ ചെറിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല രസമുള്ള ഒരു കഥയല്ലായിരുന്നോ? കൂട്ടുകാർക്ക് ഈ കഥ ഇഷ്ടായോ? ഈ കഥയിൽ നിന്ന് നമ്മൾ എന്തൊക്കെയാ പഠിക്കണ്ടേ? അതെ, ചെടികളൊക്കെ വലുതായി മരമാവാൻ ഒരുപാട് സമയമെടുക്കുന്നു. അവയെ സ്നേഹത്തോടെ പരിചരിച്ചു കഴിഞ്ഞാൽ, നല്ല ക്ഷമയോടെ കാത്തിരുന്നു കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള വലിയ മരങ്ങളായി ഇവ മാറുമെന്നും, നമുക്ക് ആ മരങ്ങളിൽ നിന്ന് ഫ്രൂട്ട്സ് കിട്ടും, നല്ല തണല് കിട്ടും, നല്ല വായുവും കിട്ടും അല്ലേ? ഒരു മാവാവട്ടെ, ഒരു സ്വപ്നാവട്ടെ, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ആവട്ടെ, എന്താണേലും ഇവയൊക്കെ വളരാനും വലുതാവാനും സക്സസ്ഫുൾ ആവാനും സമയവും നമ്മുടെ എഫേർട്സും വേണമെന്ന് നമുക്ക് മനസ്സിലാക്കാം.